നമസ്കാരം. ഗൂഗിൾ ക്രോമിനെ നമുക്ക് ആർക്കും തന്നെ ഇന്നുള്ള ജീവിതത്തിൽ ഒഴിവാക്കാൻ കഴിയുകയില്ല. നമ്മുടെ ജീവിതവുമായി അത്രത്തോളം അത് പറ്റിച്ചേർന്നിരിക്കുന്നു. ഗൂഗിളിൽ നമ്മൾ കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യാൻ ഗൂഗിൾ ക്രോം വഴി ശ്രമിക്കുമ്പോൾ ഇപ്പോൾ അവിടെ ചില അപകട സാധ്യതകളുള്ളതായിട്ടാണ് ഇപ്പോൾ ഗൂഗിൾ നമ്മെ അറിയിച്ചിരിക്കുന്നത്. ചില ഹാക്കർമാർ ഇതിലൂടെ നുഴഞ്ഞു കയറാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നും അത് കൃത്യമായ സമയത്ത് തന്നെ കണ്ടെത്തിയത് കൊണ്ട് വലിയൊരു അപകടം ഒഴിവാക്കാൻ കഴിഞ്ഞു എന്നുമാണ് കമ്പനി നമ്മെ അറിയിച്ചിരിക്കുന്നത്. പക്ഷേ എല്ലാവരും ഇനി അങ്ങോട്ട് തങ്ങളുടെ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യണം എന്നാണ് ഗൂഗിൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. സാധാരണയായി ഗൂഗിൾ ക്രോം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ അപ്ഡേറ്റ് ആകുന്നതാണ്. എങ്കിലും കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇക്കാര്യം കൂടുതൽ സൂക്ഷിക്കണം എന്നാണ് ഗൂഗിൾ അറിയിച്ചിരിക്കുന്നത്. മാത്രമല്ല, ഗൂഗിൾ പറയുന്നത് മറ്റൊരു ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ്. ഈ ഒരു അവസരം മുതലെടുക്കാൻ, അതായത് നുഴഞ്ഞുകയറ്റക്കാരുടെ ഈ ഒരു ശ്രമം, ഇതിൻ്റെ പിന്നിൽ ഹാക്കർമാർ മാത്രമല്ല ചില രാഷ്ട്രങ്ങൾ പോലും ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഇത് നമ്മെ ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും രാജ്യങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ അവരുടെ രഹസ്യങ്ങൾ ചോർത്താനും മറ്റും ഈ സ്പൈവെയറുകൾ ഉപയോഗിക്കുന്നത് വ്യാപകമാകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചില രാഷ്ട്രങ്ങൾ പോലും ഈ ഒരു തട്ടിപ്പിൽ പങ്കെടുക്കാൻ ശ്രമിച്ചു എന്നുള്ള ഗൂഗിളിൻ്റെ വെളിപ്പെടുത്തൽ ഒരുപക്ഷെ നാളെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഇപ്പോൾ തന്നെ പല രാജ്യങ്ങളും തമ്മിൽ യുദ്ധവും ഏറ്റുമുട്ടലുകളും ഭീഷണികളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയുകയില്ല. ഗൂഗിളിലെ അവരുടെ പ്രധാനപ്പെട്ട ഒരു സാങ്കേതിക വിദഗ്ധനാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ സാധ്യത കണ്ടെത്തുകയും അടിയന്തരമായി തന്നെ അതിന് പരിഹാരം കണ്ടെത്തുകയും ചെയ്തത്. ക്രോം V8 എന്ന സിസ്റ്റത്തിലാണ് ഈ പ്രശ്നം കണ്ടെത്തിയത്. മാത്രമല്ല, ഇതിലൂടെ നമ്മുടെ ഡാറ്റ മാത്രമല്ല നമ്മുടെ പാസ്വേഡുകൾ പോലും ഇവർക്ക് തട്ടിയെടുക്കാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. ഇതുവഴി നമ്മുടെ കോൺടാക്റ്റിലുള്ള ആളുകളെയും ഇവർ ഇതിലൂടെ ബന്ധപ്പെടുകയും ഒരുപക്ഷെ അവരെയും തട്ടിപ്പിന് വിധേയരാക്കാനുള്ള സാധ്യതയൊക്കെ തന്നെ തള്ളിക്കളയാൻ കഴിയുകയില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രങ്ങൾ തമ്മിലൊക്കെയാണ് ഇത്തരത്തിലുള്ള പരിപാടിക്ക് നേതൃത്വം നൽകുന്നത് എങ്കിൽ അത് വലിയ തോതിലുള്ള നമ്മുടെ സകല വിവരങ്ങളും ചോർത്തിയെടുക്കാനുള്ള ഒരു സംവിധാനമായി അവർ ഉപയോഗിച്ചാൽ അത് നാളെ ഓരോ രാജ്യത്തിന് പോലും ഭീഷണിയായി മാറുന്ന അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ കമ്പനി ആവശ്യപ്പെടുന്നത് അടിയന്തരമായി നിങ്ങളുടെ ഗൂഗിൾ ക്രോം അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത്. ഗൂഗിൾ അവരുടെ ജോലി ഒരു ഭാഗത്തുകൂടി ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും കൃത്യമായി ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഹാക്കർമാരെ തടയാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇനിയൊരു അറിയിപ്പ് ഗൂഗിളിൽ നിന്നുണ്ടാകുന്നത് ഇത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമായിരിക്കും എന്നാണ് ഇപ്പോൾ ഗൂഗിൾ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഉപഭോക്താക്കൾ അവരുടെ ബ്രൗസറുകൾ ഏറ്റവും പുതിയ പതിപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പാക്കണം എന്നാണ് ഗൂഗിൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആഗോള സൈബർ സുരക്ഷാ ഉപദേഷ്ടാവായ ജേക്ക് മോർ പറയുന്നത് നിങ്ങളുടെ ഉപകരണങ്ങളും ആപ്പുകളും അപ്ഡേറ്റ് ചെയ്യുന്നത് ഏറ്റവും ആവശ്യമാണ് എന്നാണ്. ഇല്ലെങ്കിൽ ഇപ്പോൾ ഉണ്ടായതുപോലുള്ള സൈബർ ആക്രമണങ്ങൾക്ക് അത് വഴിവെക്കും എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും കൃത്യസമയത്ത് തന്നെ ഗൂഗിളിന് ഇത് കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായൊരു കാര്യം. ഈ ഹാക്കർമാരെ ഓടിച്ചുവിടാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും നാളെയും ഒരുപക്ഷെ അതിബുദ്ധിമാന്മാരായ ഈ തട്ടിപ്പ് വീരന്മാർ മറ്റെന്തെങ്കിലും വിദ്യകളുമായി വീണ്ടും നമ്മുടെ സൈബർ ഇടത്തിലേക്ക് നുഴഞ്ഞു കയറുകയും നമ്മുടെ വിവരങ്ങൾ ചോർത്തിയെടുക്കുകയും ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗൂഗിൾ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിങ്ങളെല്ലാവരും എത്രയും വേഗം ഇത് അപ്ഡേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഒരുപക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന്.